ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്ത് കൈയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സച്ചി. അപ്പോൾ രേവതി സച്ചിയെ തന്നെ നോക്കി നിന്നിട്ട് പറയും, അതെ സച്ചിയേട്ടാ, അടുപ്പുള്ളവരോടെ എത്രത്തോളം സ്നേഹം ഉണ്ടായിരിക്കുമെന്ന് കാണിക്കാനാ ദൈവം ഇങ്ങനെ പരീക്ഷണങ്ങൾ ഓരോന്നായിട്ട് നടത്തുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, രേവതി നിന്റെ കാലൊടിഞ്ഞപ്പോ ഞാൻ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ഉണ്ടെന്നേ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ആണോ? എങ്കിൽ പിന്നെ ഞാനും കാലൊടിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കാ, നീ എന്നെ നന്നായിട്ട് നോക്കില്ലേ രേവതി എന്ന് പറയുമ്പോൾ, എന്റെ സച്ചേട്ടാ, അങ്ങനെ വല്ല ചിന്തയും മനസ്സിലുണ്ടെങ്കിലേ എന്റെ ഈ കാലൊന്ന് ശരിയാവട്ടെ, അല്ലെങ്കിലേ നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് അച്ഛൻ അത് പണിയാവും എന്ന് പറയട്ടോ രേവതി. ഇല്ല രേവതി, നിന്റെ കാല് ശരിയാവുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയാണ് സച്ചി. അത് വേണ്ട സച്ചിയേട്ടാ, എന്ന് ജോലിക്ക് പോണം, നമുക്ക് മുകളിൽ വേഗം റൂം ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അതൊക്കെ നടന്നോളും രേവതി. അല്ല പിന്നെ നീ അച്ഛമ്മയെ വിവരം അറിയിക്കുന്നില്ലേ നിന്റെ ഈ അവസ്ഥ? വേണ്ട സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കും, അപ്പൊ നിന്റെ അമ്മയെ വിവരം അറിയിക്കുന്നില്ലേ? ആ അറിയിക്കണം സച്ചിയേട്ടാ, ആ ഫോണൊന്ന് എടുക്കുമോ എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ രേവതി ഫോൺ വിളിക്കുന്നു. രേവതിയുടെ പേര് കണ്ടപ്പോൾ തന്നെ രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട് ലൗഡ് സ്പീക്കറിൽ ഇടാൻ വേണ്ടിയിട്ട്, മോളെ ഞാൻ നിന്നെ ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ, അങ്ങോട്ട് വിളിക്കണം എന്ന് കരുതി. അല്ലേലും അമ്മ ഇങ്ങനെയല്ലേ എപ്പോഴും പറയാ. അതെ അമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, എന്താ ചേച്ചി വിശേഷം? അവിടെ എന്തെങ്കിലും പാർട്ടി ഉണ്ടോ? ഞങ്ങൾ വരണോ എന്ന് ചോദിക്കണേ. ആ ചെറിയൊരു വിശേഷമുണ്ട്. അതെ, ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് പറ്റിയെന്ന് പറയുമ്പോഴേക്കും രേവതിയുടെ അമ്മ കരയാണ് കേട്ടോ. അയ്യോ മോളെ, എന്താ പറ്റിയേ? അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു കൊടുക്കും, രേവതിയുടെ സ്കൂട്ടറിൽ ഒരു കാറ് വന്ന് തട്ടിയതാ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ? ഭാഗ്യമുള്ളതുകൊണ്ടാ തട്ടിപ്പോവാതെ രക്ഷപ്പെട്ടത്. കാലിന്റെ എല്ലിന് ചെറുതായിട്ടൊരു പൊട്ടുണ്ടായി, അപ്പൊ ചെറുതായിട്ടൊരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു എന്ന് പറയുമ്പോഴേക്കും രേവതിയുടെ അമ്മ ഭയങ്കരമായിട്ട് കരയാട്ടോ. നീ എന്താ മോളെ പറയാതിരുന്നേ? അമ്മ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാ പറയാതിരുന്നത്. എന്നാൽ ഞാനും ദീപ്തിയും കൂടെ ഇപ്പൊ തന്നെ വരാന്ന് പറയുമ്പോൾ, അയ്യോ അമ്മ ഇപ്പൊ വരണ്ട, അമ്മ നാളെ ഇങ്ങ് വന്നാ മതി എന്ന് പറയണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അമ്മേ രാവിലെ വന്നാ മതി, ഇവിടെ എന്റെ അമ്മ ഇല്ല, അമ്മ തീർത്ഥാടന യാത്രയ്ക്ക് പോയതാ, കുറേ ദിവസം പിടിക്കും വരാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ, എന്റെ അവസ്ഥ കണ്ടിട്ടേ മുങ്ങിയതാന്നാ സച്ചേട്ടനൊക്കെ പറയുന്നേ എന്ന് പറയുമ്പോഴേക്കും രേവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. നിന്നെ നോക്കാൻ ആരും വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ മാത്രം മതി നിന്നെ നോക്കാന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.